നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നാളെ ആരംഭിക്കുകയാണ്. നമ്മൾ ഓരോ ടീമിനെയും വിലയിരുത്തി ഇങ്ങനെ പോവുകയാണ്. ഓൾറെഡി നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയെയും അതുപോലെ ചെൽസിയെയും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ആഴ്സണലിനെ വിശദമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് പരിശോധിക്കുന്നത്. യുണൈറ്റഡ് ഒരുപാട് ആരാധക വൃന്ദമുള്ള ഒരു ക്ലബ്ബാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. സർ അലക്സ് ഫെർഗൂസിൻ്റെ കാലഘട്ടത്തിൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആരും ഭയക്കും വിറക്കും. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി നേരെ മറിച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പോയ സീസണിൽ മൈക്കൽ കാരിക്കിനെ അവർ ഇൻട്രിങ് കോച്ചാക്കി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം മികച്ച പ്രകടനം നടത്തിയിട്ട് ടോപ്പ് 3 ഫിനിഷ് ചെയ്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരികെ എത്തി. നല്ല രൂപത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനും കൊടുത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ യുണൈറ്റഡ്. എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ ടീം മതിയോ? യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് എങ്ങനെ? ചാമ്പ്യൻസ് ലീഗിലൊക്കെ പോരടിക്കാനുള്ള സ്ക്വാഡുണ്ടോ? ഈസ് മൈക്കൽ കാരിക് ദി മാൻ എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വേറെ വരുന്നുണ്ട്. പോയ സീസണിൽ ടീമിൽ നിന്ന് എന്ത് അഡീഷൻ, ഇപ്പോൾ കാസിമിറോയെ പോലുള്ള താരങ്ങളൊക്കെ പോയല്ലോ, എന്ത് അഡീഷൻ നടത്തി? ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യം അതാണ്, യുണൈറ്റഡ് ശക്തമാണോ? ഈ സീസൺ അവർ പൊളിച്ചടിക്കാൻ റെഡിയാണോ? നമ്മൾ ഓരോന്നായിട്ട് പരിശോധിക്കുകയാണ്. സംശയം വേണ്ട, പോയ സീസണിൻ്റെ പകുതിക്ക് വെച്ച് റൂബൻ അമോറിമിനെ പറഞ്ഞു വിടുകയും ആ സ്ഥാനത്തേക്ക് നമ്മുടെ മൈക്കൽ കാരിക്കിനെ ഇൻട്രിങ് കോച്ചായിട്ട് വെക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ആ സീസണോടുകൂടി കാരിക്കിനെ മാറ്റും, പുതിയൊരു മികച്ച കോച്ച് വരും എന്നാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കാരിക്ക് നടത്തിയൊരു പ്രകടനമുണ്ട്. അതൊരു വല്ലാത്ത പ്രകടനമായിരുന്നു. എന്ന് പറഞ്ഞാൽ 17 മത്സരങ്ങൾ അദ്ദേഹം ടീമിൻ്റെ ഇൻചാർജായിട്ട് 12 മത്സരങ്ങളിലും യുണൈറ്റഡ് വിജയിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടി. അദ്ദേഹം യുണൈറ്റഡിൻ്റെ കോച്ചായി വന്നതിന് ശേഷം മാത്രമുള്ള പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടിക എടുത്ത ഒന്നാമത് യുണൈറ്റഡ് ആയിരിക്കും. 17 കളി 39 പോയിൻറ്റ്. രണ്ടാമത് ആഴ്സണൽ 17 കളി 36 പോയിൻറ്റ്. സീ ദി ഡിഫറൻസ്. അതോടൊപ്പം തന്നെ ആ ഒരു പെർഫോമൻസിലൂടെ മൈക്കൽ കാരിക്ക് വന്നപ്പോൾ ആവറേജ് ഒരു ഗെയിമിൽ നിന്ന് അവർക്ക് ലഭിച്ച പോയിൻറ്റ് 2.29 ആണ്. അമോറിമിൻ്റെ കീഴിൽ ആവറേജ് 1.23 പോയിൻ്റ് ആയിരുന്നു. സോ ഡിഫറൻസ് ഈസ് വെരി ക്ലിയർ. വളരെ അനിമേറ്റഡ് ആയിട്ടുള്ള അമോറിമിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളാണ് മൈക്കൽ കാരിക്ക്. അദ്ദേഹത്തിൻ്റെ മുൻ യുണൈറ്റഡ് താരം എന്നുള്ള ആ ഒരു സ്റ്റാച്ചർ കൂടി വരുമ്പോൾ, ആ ഒരു ഹിസ്റ്ററി കൂടി വരുമ്പോൾ വലിയ രൂപത്തിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ തിരിച്ചു വന്നിട്ടുണ്ട്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ചോദ്യം വേറെയും കിടപ്പുണ്ട്. നമുക്ക് അവസാനത്തേക്ക് വെക്കാം. കാരിക്ക് മതിയോ എന്നുള്ളത് നമുക്ക് അവസാനം കൺക്ലൂഷൻ സമയത്തൊന്ന് പറഞ്ഞു പോവുകയും ചെയ്യാം. ഇനി പ്രീ സീസൺ പെർഫോമൻസ് എങ്ങനെ എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നാൽ, തീർച്ചയായിട്ടും പ്രീ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഒന്ന് റെക്സാമിനെതിരെ ജൂലൈയിൽ കളിച്ചിരുന്നു, 1-0 വിജയം. റോസൻബർഗിനെതിരെ 5-0 വിജയം. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 2-1 വിജയം. PSG 1-1 സമനിലയിൽ കുരുക്കി. ലീഡ്സ് യുണൈറ്റഡുമായിട്ട് 1-1 സമനില, ഷൂട്ടൗട്ടിൽ 5-4 വിജയം. AC മിലാനോട്, അമോറിമിൻ്റെ AC മിലാനോട് 4-2 പരാജയപ്പെട്ടു. അത് വളരെ കൃത്യമായിട്ട് യുണൈറ്റഡിൻ്റെ പരാധീനതകൾ അറിയാവുന്നൊരു കോച്ച് പണി കൊടുത്തു പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് നമ്മൾ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏതായാലും പ്രീ സീസൺ അതാണ്. പൂർണ്ണമായും സജ്ജമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ഇത് കണ്ടിട്ട് നമുക്ക് പറയാനും പറ്റില്ല. കാരണം പ്രീ സീസണിലെ കളികൾക്കൊക്കെ അത്ര പ്രാധാന്യമേ ഉള്ളൂ. നല്ല പ്രീ സീസൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. ഇനി ചോദ്യം എന്താണെന്നറിയോ? പ്രധാനമായിട്ടും ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാ, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടക്കാൻ പോകുന്നു അല്ലേ? അതാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ആഴ്ചകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ട്രാൻസ്ഫർ ജാലകം അടക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോയിട്ട് പുതിയ സൈനിങ്ങുകൾ വരാത്തതിനെതിരെയുള്ള വിമർശനം മറക്കാമെന്നാണോ യുണൈറ്റഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കരുതുന്നത്? അതുകൊണ്ട് പ്രശ്നം തീരുമോ?
അതായത് ബ്രൂണോ ഫെർണാണ്ടസിനെ കൊണ്ടുപോകാൻ ടർക്കിഷ് ക്ലബ്ബ് രംഗത്ത്, അതുപോലെ സൗദി ക്ലബ്ബ് രംഗത്ത് എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എവിടെയും പോകുന്നില്ല, യുണൈറ്റഡിൽ കോൺട്രാക്റ്റ് പുതുക്കും എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിൻ്റെ അഭിവാജ്യ ഘടകമാണ്. അദ്ദേഹം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പോയാൽ പിന്നെ ഈ സീസൺ തീർന്നു തന്നെ കൂട്ടിക്കോ. അതാണ് സ്ക്വാഡിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഞാൻ സ്ക്വാഡ് വിശകലനം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കുറേ ഗിമ്മിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വരുത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറിച്ച് മധ്യനിരയിലേക്ക് ആളെ വേണമെന്നേ, വിങ് ബാക്കുകൾ വേണമെന്നേ, അത്തരത്തിലുള്ള അഡീഷൻസിലേക്ക് പോകാതെ ഇങ്ങനെ സമയം കളയുന്നതിൽ ഒരർത്ഥമൊന്നുമില്ല. ഇപ്പോൾ മധ്യനിരയിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നെഗോസിയേഷൻസ് ബ്രൈറ്റണുമായിട്ട് കാർലോസ് ബലേബയുടെ കാര്യത്തിൽ നടക്കുന്നു. അത് ഫൈനലൈസ് ചെയ്യപ്പെടും എന്ന് കരുതാം. അതുകൊണ്ട് മാത്രമൊന്നും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് കരുതാനും വയ്യ. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പരിശോധിച്ചൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ മാത്രം ഈ സ്ക്വാഡിന് ഡെപ്ത് ഉണ്ടോ? ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ മാത്രം സ്ക്വാഡിന് ഡെപ്ത് ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ സമ്മറിൽ ഏതാണ്ട് 200 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ സമ്മറിൽ അത്തരത്തിലുള്ളൊരു സ്പെൻഡിങ് സ്പ്രീ നടന്നിട്ടില്ല. ശരിയാണ്, ആൻഡ്രി സാൻഡോസിനെ കൊണ്ടുവന്നു, യൂറി ടെൽമെൻസിനെ കൊണ്ടുവന്നു, 2 യൂസ്ഫുൾ ആയിട്ടുള്ള അഡീഷൻസ് ആണ്. ഏതായാലും ഇപ്പോൾ കാസമിറോ പോയി. കാസമിറോക്ക് ഒരു പകരക്കാരൻ എന്ന രൂപത്തിൽ വേണമെങ്കിൽ ആൻഡ്രി സാൻഡോസിനെ കാണാം. ആൻഡ്രി സാൻഡോസ് വളരെ മികച്ചൊരു പ്ലെയറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ ചെൽസിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ അതോടൊപ്പം തന്നെ മധ്യനിരയുടെ ഒരു ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ മാനുവൽ ഉഗാർട്ടെ, അദ്ദേഹത്തിന് ഈ സീസണിൻ്റെ ഏതാണ്ട് പകുതിയോളം മിസ്സാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡ്യൂ ടു ഇഞ്ചുറി. അപ്പോൾ യുണൈറ്റഡ് എന്താ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ സമയത്ത് അതേ രൂപത്തിൽ തന്നെ മിഡ്ഫീൽഡ് ഡെപ്ത് വളരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒരു 2 മധ്യനിര താരങ്ങളെയെങ്കിലും ഇനിയും ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ബലേബയെ എത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉഗാർട്ടയുടെ കാര്യം മാത്രമല്ല, ടെൻറ്റേറ്റീവ് സജഷനായിട്ട് പലരും കാണുന്നത് മേസൺ മൗണ്ടിൻ്റെ കാര്യമാണ്. ഒരു 3rd അഡീഷണൽ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നവരുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പ്രീ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും മോശമല്ലാത്തതായിരുന്നു. ബട്ട് അതിനുശേഷം പിന്നെന്താ സംഭവിച്ചത്? പാരീസ് സെൻ ജർമ്മനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം അദ്ദേഹത്തിന് നോക്ക് ലഭിക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. AC മിലാനെതിരെ അദ്ദേഹം കളിച്ചിട്ടില്ല. ഒരു പക്ഷേ യുണൈറ്റഡിൻ്റെ ആരാധകരായിട്ടുള്ളവർക്കറിയാം, മേസൺ മൗണ്ടിനെ റിലേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വിത്ത് ഈസ് ഗിവൻ ഇഞ്ചുറി റെക്കോർഡ് അത് തീർച്ചയായിട്ടും അത് ഒരിക്കലും ടീമിന് ഗുണകരമാവുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇനി ലെഫ്റ്റ് ബാക്കിൽ ലൂക്ക് ഷോ അല്ലേ, സാധാരണ അദ്ദേഹമാണിപ്പോൾ കുറേ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്ക് ഷോ 2025-26 സീസൺ വളരെ ഇമ്പ്രസീവായിരുന്നു. 38 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ, ഓൾ 38 പ്രീമിയർ ലീഗ് മാച്ചസ് അദ്ദേഹം കളിച്ചു. പക്ഷേ അത് അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ക്യാമ്പയിനിൽ 32 ടോപ്പ് ഫ്ലൈറ്റ് മത്സരങ്ങളിലധികം കളിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സീസണിൽ അതേപോലെ വീണ്ടും അദ്ദേഹം കോപ്പപ്പ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പോയ സീസണിൽ യുണൈറ്റഡ് കളിച്ചത് 40 ഗെയിംസാണ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ്. അത് വളരെ കുറഞ്ഞ കണക്കാണ്. എന്ന് പറഞ്ഞാൽ അവർ EFL കപ്പിലും FA കപ്പിലും ഒക്കെ തുടക്കത്തിൽ തന്നെ പുറത്താവുകയും അതുപോലെ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്തതുകൊണ്ട് വളരെ കുറഞ്ഞ മത്സരങ്ങൾ അവർക്ക് കളിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 1914-15 സീസണിൽ 39 മത്സരങ്ങൾ അവർ കളിച്ചത്. അത് കഴിഞ്ഞാൽ ഒരു സീസണിൽ യുണൈറ്റഡ് കളിച്ച ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചിരിക്കുന്നത്. ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല, മിനിമം 48 മത്സരങ്ങൾ ഉണ്ടാവും. എല്ലാ കോമ്പറ്റീഷനുകളും കളിക്കണം. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ മിനിമം 8 മത്സരങ്ങളുണ്ടല്ലോ. മിനിമം ഫസ്റ്റ് സ്റ്റേജ് മാത്രം കളിച്ചാൽ ഇനി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ കളികളുടെ എണ്ണം നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂക്ക് ഷോ മാത്രം ഓൺലി ലെഫ്റ്റ് ബാക്ക് എന്ന രൂപത്തിൽ റിലേ ചെയ്യുകയാണെങ്കിൽ പണി കിട്ടും എന്നർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ ഡിയേഗോ ഡാലോട്ട്, നുസൈർ മസ്രോയി ഇങ്ങനെയുള്ള താരങ്ങളുണ്ട്. അവരെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന് ചോദിക്കുമ്പോൾ അവർ എത്രത്തോളം എഫക്റ്റീവാണെന്നൊരു ചോദ്യമുണ്ട്. പാട്രിക് ഡോർഗുവിനെ പലരും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പാട്രിക് ഡോർഗുവിൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു വിങ്ങറാണ് അധികം. അല്ലാതെ അദ്ദേഹത്തെ വേണമെങ്കിൽ വിങ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം പ്രധാനമായിട്ടും വിങ്ങറായിട്ട് അറ്റാക്കിൽ
സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്ലെയറാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം പ്രശ്നങ്ങൾ സ്ക്വാഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ മാർക്കസ് റാഷ്ഫോർഡ് തിരിച്ചെത്തിയിട്ടുണ്ട്. റാഷ്ഫോർഡിൻ്റെ വരവ് യുണൈറ്റഡിനെ റീഇഗ്നൈറ്റ് ചെയ്യുമോ? ആ ചോദ്യം കൂടി പലരും ഉയർത്തുന്നൊരു ചോദ്യമാണ്. കാരണം ബാഴ്സലോണയിൽ മോശമല്ലാതെ കളിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അവിടെ തുടർന്നേക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് യുണൈറ്റഡിലേക്ക് വന്നു. പക്ഷേ പൂർണ്ണമായിട്ടും അദ്ദേഹം അവിടെ സംതൃപ്തനാവുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അദ്ദേഹം അത്ര സന്തോഷത്തിലല്ല യുണൈറ്റഡിൽ ഉണ്ടായിരുന്നത് ഒടുവിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ക്യാരിക്ക് വളരെ എന്തൂസിയാസ്റ്റിക്കാണ്, അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാലും ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഔട്ട് ഗോയിങ് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇതാണ് നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. സ്ക്വാഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ടാവുക. പിന്നെ യുവതാരങ്ങൾ ഏത് തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിലിപ്പം നമുക്കറിയാലോ, ലെസി അദ്ദേഹം നേരത്തെ തന്നെ അമോറിമിൻ്റെ കാലത്ത് തന്നെ ഡെബ്യൂ ചെയ്ത ആളാണ്. അതുപോലെ ജെ ഗബ്രിയേൽ, ഇങ്ങനെയുള്ള താരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പം മൊത്തത്തിൽ സ്ക്വാഡ് എന്താ പറയുക, എന്തിൻ്റെയൊക്കെയോ കുറവുള്ള പോലൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയോ, നിങ്ങൾ ആഴ്സണലിലെ സ്ക്വാഡൊന്ന് എടുത്ത് നോക്ക്. വേണ്ട, ഇപ്പോൾ സിറ്റി അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ലല്ലോ നടത്തിയത് കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡിൽ. എന്നാലും സിറ്റിയുടെ സ്ക്വാഡൊന്ന് എടുത്ത് നോക്ക്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ക്വാഡ് എത്രത്തോളം മികച്ചതാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ വരിക. നമ്മൾ സ്ക്വാഡൊന്ന് നോക്കാം. ഇപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് സെന്നെ ലെമൻസ്, അതുപോലെ കാൾ ഡാർലോ, അതുപോലെ തന്നെ പിന്നെ ടോം ഹീറ്റൺ, ഇവരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിഫൻസിൽ ലിച്ചാൻഡ്രോ മാർട്ടീനസ് പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ എപ്പോഴും പെടുന്ന ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റാണെന്ന് പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ പിന്നെ മാറ്റിസ് ഡി ലൈറ്റ്, എയ്ഡൻ ഹെവൻ, പിന്നെ ഹാരി മഗ്വയർ, ലെനി യോറോ, ഇതാണ് ഡിഫൻസിൽ സെൻട്രൽ ബാക്കുമാരുടെ പൊസിഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലെഫ്റ്റ് ബാക്കിൽ ലൂക്ക് ഷോ ഉണ്ട്, ഹാരി മഗ്വയർ ഉണ്ട്. റൈറ്റ് ബാക്കിലാണെങ്കിൽ നമുക്ക് ഡിയേഗോ ഡാലോട്ട്, നുസൈർ മസ്രോയി എന്നിവരുണ്ട്. പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ കോബി മൈനോ തീർച്ചയായിട്ടും വളരെ ടാലൻറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ടീമിന് ഗുണം ചെയ്യുന്നു വിചാരിക്കാം. പിന്നെ ഉള്ളത് ജെയ്ക്ക് ഫ്ലെച്ചർ, ടോബി കോലിയർ, യൂറി ടെൽമെൻസ്, ആൻഡ്രി സാൻഡോസ്, മാനുവൽ ഉഗാർട്ടെ, ടൈലർ ഫ്ലെച്ചർ എന്നിവരാണ് ഈ ഒരു മധ്യനിരയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മുന്നേറ്റത്തെ സഹായിക്കാൻ വേണ്ടി എന്തായാലും മാത്യൂസ് കുഞ്ഞയുണ്ട്. കുഞ്ഞയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടത് ഭാഷത്തിൽ കളിക്കാം, മധ്യനിര അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് വേണമെങ്കിൽ ജോലിയെടുക്കാം, സ്ട്രൈക്കർ ആവാം, ഫോൾസ് നയൻ ആവാം. അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ടീമിന് ഗുണം ചെയ്യും. ഒപ്പം പാട്രിക് ഡോർഗു, മാർക്കസ് റാഷ്ഫോർഡ്, ഈ ഇടതുപാർശ്വത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർ. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസും മേസൺ മൗണ്ടും എന്തായാലും CIM രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവരാണ്. ദെൻ ബ്രിയാൻ എംബ്യൂമോ, അമാഡ് ഡിയാലോ, ലെസി എന്നിവരെ ഈ ഒരു എന്താ പറയുക RIM എന്ന രൂപത്തിൽ റൈറ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളിക്കാരാണ്. മുന്നേറ്റത്തിൽ ബെഞ്ചമിൻ സെസ്കോ, ജോഷുവ സിർക്സി, ഇവരാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ സിർക്സി പുറത്ത് പോയേക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇനി ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ട് എന്ന് പലരും വിലയിരുത്തുന്നുമുണ്ട്. ചിഡോ ഒബി കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സ്ക്വാഡ്. ഈ സ്ക്വാഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാവും. ഇത് മതിയോ എന്നൊരു ചോദ്യം വെറുതെ ഉള്ളതല്ല. കാരണം 48 മത്സരങ്ങൾ മിനിമം കളിക്കാനുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കളികൾ വേറെയും വരും. എന്ന് പറഞ്ഞാൽ ടീം പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ കളികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഈ സ്ക്വാഡ് നോക്കുമ്പോൾ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയാനുള്ള പ്ലെയർ ആരുണ്ട്. പല പൊസിഷനുകളിലും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ബാക്കി നിൽപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, വിങ് ബാക്ക്മാരുടെ പ്രശ്നം, മധ്യനിരയിലെ ഡെപ്തിൻ്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. മുന്നേറ്റത്തിലാണെങ്കിൽ പോലും ഇനിയും സ്ട്രൈക്കറേക്ക് ആവശ്യമുണ്ട് എന്നൊരു ഫീലാണ് സ്ക്വാഡ് കാണുമ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്സണലിൻ്റെ സ്ക്വാഡുമായിട്ടോ ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം വന്നതിന് ശേഷം, സാബി അലോൺസോ വന്നതിന് ശേഷം ചെൽസി ഉണ്ടാക്കിയെടുത്ത സ്ക്വാഡുമായിട്ടും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ ഒരു സ്ക്വാഡിൻ്റെ അവസ്ഥ എന്നുകൂടി നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് യുണൈറ്റഡ് ഇത്തവണ തന്നെ മടങ്ങിയെത്തും എന്നാരും കരുതേണ്ടതില്ല. ഇനി യുണൈറ്റഡിൻ്റെ ആദ്യ കളി ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഹൾ സിറ്റിക്കെതിരെയാണല്ലോ ആദ്യ മത്സരം. ശനിയാഴ്ചയാണ് ആദ്യ മത്സരം. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കും ആദ്യ 11-ൽ?
നമ്മൾ ഈ പറയാൻ പോകുന്ന 15 അംഗ താരങ്ങളിൽ നിന്ന് ഫസ്റ്റ് 11 വരാനാണ് എന്തായാലും സാധ്യതയുള്ളത്. ഗോൾ കീപ്പറായിട്ട് സെൻ എലമെൻസ് ആയിരിക്കും. പിന്നെ സ്ക്വാഡിൽ പിന്നെ വരുന്നത് ഒരു ബാക്കപ്പ് ഗോൾ കീപ്പർ, അത് മിയോ ഹീറ്റണോ ഡാർലോ വരാം. പിന്നെ ഡിയേഗോ ഡാലോട്ട്, നുസൈർ മസ്രോയി, ഹാരി മഗ്വയർ, ലെനി യോറോ, ഈഡൻ ഹെവൻ, ലൂക്ക് ഷോ, ആൻഡ്രി സാൻഡോസ്, യൂറി ടെൽമെൻസ്, ബ്രൂണോ ഫെർണാണ്ടസ്, മാത്യൂസ് കുഞ്ഞ, പാട്രിക് ഡോർഗു, ബ്രയാൻ എംബ്യൂമോ, അമാദ്, ഈ താരങ്ങളിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും അവരുടെ പ്ലേയിങ് 11 വരാൻ പോകുന്നത്. ഫിറ്റ്നസ് ക്വസ്റ്റ്യൻ ലിച്ചാൻഡ്രോ മാർട്ടിനസിൻ്റെയും കോബി മൈനോയുടെയും മേസൺ മൗണ്ടിൻ്റെയും ബെഞ്ചമിൻ സെസ്കോയുടെയും കാര്യത്തിൽ ഇപ്പോഴുണ്ട്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പം അതുപോലെ തന്നെ ചില നിഗിൾസിൻ്റെ ഇഷ്യൂസ് ബാക്കി ചില താരങ്ങൾക്കുണ്ട്. ഇപ്പോൾ സിർക്സി, മാർക്കസ് റാഷ്ഫോർഡ്, ഈ താരങ്ങൾ സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സീസൺ മുഴുവൻ ഉണ്ടാവുമോ, അതല്ല ട്രാൻസ്ഫറിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ എന്നതും കൂടി നോക്കണം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ യുണൈറ്റഡിൻ്റെ ഒരു നിലവിലെ അവസ്ഥയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഈ സ്ക്വാഡ് മതിയോ എന്നുള്ള ചോദ്യം വീണ്ടും വരികയാണ്. അപ്പം ക്യാരിക്ക് മതിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പം റോയ് കീൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, തീർച്ചയായിട്ടും കോച്ചിന് കുറേ ഐഡിയാസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് പറ്റുന്ന രൂപത്തിലുള്ള താരങ്ങൾ ഉണ്ടാവണം. റയോ ഫെർഡിനാൻഡും അത് തന്നെ ആണ് നിലപാടെടുത്തുകൊണ്ട് പറഞ്ഞത്. അതായത് ഈ വലിയ പോരാട്ടങ്ങൾക്ക് പോകാൻ വേണ്ടി, ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്ക്വാഡുണ്ടോ എന്ന സംശയം സ്റ്റിൽ ബാക്കി നിൽപ്പാണ്. ഏതായാലും ട്രാൻസ്ഫർ ജാലകം ഇനിയും തുറന്ന കിടപ്പാണല്ലോ. ചില നീക്കങ്ങളിലേക്ക് യുണൈറ്റഡ് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മൈക്കൽ കാരിക്കിനെ കൊണ്ട് കഴിയുമോ, അദ്ദേഹം മതിയോ എന്നൊക്കെ ചോദിച്ചാൽ, കഴിഞ്ഞ ആ ഇൻട്രിം കോച്ച് സ്ഥാനത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു മികവുണ്ടല്ലോ, അത് അതുപോലെ അദ്ദേഹത്തിന് തുടരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മികച്ച താരങ്ങളുണ്ടെങ്കിൽ റിസൾട്ട് വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അദ്ദേഹം യുണൈറ്റഡിൻ്റെ കൾച്ചർ കൃത്യമായിട്ട് അറിയാവുന്നയാളാണ്, യുണൈറ്റഡ് പാരമ്പര്യമുള്ള ആളാണ്, യുണൈറ്റഡ് എന്താ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അതനുസരിച്ച് ടീമിനെ നയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ സ്ക്വാഡ് പോരാ ഈ തവണ വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ, പഴയ പ്രതാപത്തിലേക്ക്, നമ്മുടെയൊക്കെ സർ അലക്സ് ഫെർഗൂസൻ്റെ യുണൈറ്റഡിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകാൻ എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോസ് എനിക്കാണ്. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് റഫ് ടോക്സ് എത്താം.